ഹായ് അമ്മ. ഗുഡ് മോർണിംഗ് പറയേ. ഗുഡ് മോർണിംഗ് വീഡിയോ ഓണാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതെന്ത് അതെന്താ പൂച്ചയമ്മ? ഈ അടുക്കള കയറിയിട്ട് എന്താ ചെയ്യണം അമ്മ രാവിലെ? ഇതെന്താ പച്ചക്കറിയുടെ കച്ചവടം തുടങ്ങിയമ്മ? അല്ല, എന്താ നമ്മുടെ ഉദ്ദേശം? പച്ചക്കറി തിരിച്ച് കൊല്ലാന്നുള്ള ഉദ്ദേശമാണോ? ഇതെന്താ നമ്മുടെ ആൾക്കാരൊന്ന് റെസ്പെക്ട് ചെയ്യേണ്ട അമ്മ? കശാല ടീച്ചർ ഇരിക്കും പോലെ ഇരിക്കുന്നു. ശരിയാണോ അത്? എനിക്ക് അതിനെന്താണ് പറഞ്ഞിട്ട് വേണം പിടിക്കാൻ. ശരിയാണ്, ഒന്ന് അറിയിക്കണ്ടേ. ചിലപ്പോൾ അമ്മ വല്ല തലമാന്തിക്കൊണ്ടിരിക്കുകയെ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? അതൊക്കെ ഇതിൽ കാണില്ലേ അല്ലമ്മ? ദുഷ്ടൻ. അല്ല, ഞാൻ വിചാരിച്ചു അമ്മ എന്തെങ്കിലും ഇങ്ങനെ തല ചൊറിയേ. പിന്നെ ഞാൻ എന്താ വിചാരിച്ചറിയോ? മൂക്ക് മാന്തുക, തല ചൊറിയ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ വരട്ടെ വന്നിട്ടാണ് ഡയറക്റ്റ് ആയിട്ട് വന്നത്. കച്ചനോ? അച്ഛൻ പിച്ചക്കാരെ കൊണ്ട് വന്നോ? എന്താ പിച്ചക്കാരെ കൊണ്ട് വരാൻ പാടില്ല? തക്കാളി, പിന്നെ തക്കാളി, പിന്നെ എല്ലാവർക്കും പിന്നെ മുരിങ്ങക്കായ, നല്ല കായ, ചൂടുള്ള മുരിങ്ങക്കായ, മത്തൻ. അതൊക്കെ മനസ്സിലായി അമ്മ. അതൊക്കെ ഒരു ചാക്കിലാക്ക് പോണ വഴിക്ക്. അല്ല അമ്മ അത് കാര്യം ചെയ്യ്, എന്തായാലും പുറത്തു പോവാണല്ലോ, അതൊക്കെ ഒരു കിറ്റിലാക്കി വെക്കി. നമുക്ക് വഴി പുറത്ത് കച്ചവടം ചെയ്തിട്ട് പോവാം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വീഡിയോ പിടിച്ചത്. അത് മനസ്സിലായി അമ്മയ്ക്ക്? അമ്മ അങ്ങനെ ടിപ് ടോപ്പ് ആയിട്ട് സാരിയെ കൊടുത്ത് ഇറങ്ങുമ്പോ അങ്ങനെ സുന്ദരിയായിട്ട് അമ്മ പിടിക്കണ്ട കേട്ടാ. ഇങ്ങനെയൊക്കെ പിടിച്ചാ മതി. സമ്മതിക്കില്ല അമ്മേനെ സുന്ദരിയാവാൻ. ഞങ്ങളെന്നേ ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. അവരിപ്പോൾ അവിടെയാണ് താമസം. അപ്പോൾ അവര് മകളുടെ വീട്ടിലാണ്. അവിടേക്ക് ഞങ്ങൾ കാണാൻ പോവാണ് ഒരു അമ്മേനെ. അവര് എന്നെ ഒരുപാട് സ്നേഹം. ഒരു അമ്മേനെയല്ല, അമ്മയുടെ അമ്മേനെന്ന് പറയാ. കാരണം എന്താ അറിയോ? ജന്മം കൊണ്ട് മാത്രമല്ല അമ്മയാവാ, കർമ്മം കൊണ്ടും കൂടി അമ്മയാവാ. ഞാൻ പറയട്ടെ, അപ്പൊ എന്റെ അമ്മമ്മേനെ കാണാൻ പോവാന്ന് പറഞ്ഞാലും മതി. നിന്റെ അമ്മൂമ്മ. അപ്പൊ എന്നെ ഒരുപാട് സ്നേഹമാണ്. ഞാൻ പറഞ്ഞില്ല എന്തുണ്ടാക്കിയാലും എനിക്ക് കൊണ്ടുതരും അങ്ങനെയൊക്കെ പറഞ്ഞൊരു കഥ പറഞ്ഞത്. ആളെ കാണാൻ പോകണം. അപ്പൊ ഞാനൊരു 4 മാസം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവരുടെ മോളും അവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു പോകുമ്പോ അമ്മേനെ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞപ്പോഴോ അന്നാ പിന്നെ നാളെ തന്നെ പോവാന്ന്. ഇവനും അവരെ കാണാൻ ഭയങ്കര ഇഷ്ടം. നല്ല രസമാണ് അവരെ കാണാൻ. പിന്നെ അവിടേക്ക് പോകണം. അപ്പൊ പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ നല്ല രസമാണ് കാണാന്ന് പറഞ്ഞാൽ അവന്റെ സൗന്ദര്യം കാണാന്നല്ല ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. അത് വേറെ ഘടകം. സൗന്ദര്യത്തിന് ഇവിടെ വാല്യൂ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് അവരോട് സംസാരിക്കാനും അവരോട് ഇരിക്കാനൊക്കെ ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. അപ്പൊ ഇന്നലെ ആ ഫോൺ വന്ന് ഞാൻ പറഞ്ഞു രാവിലെ തന്നെ പോവാ. ഒന്ന് വരൂട്ടോ അമ്മയ്ക്ക് കാണണമെന്ന് പറയുന്നത് പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മനോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു പിന്നെ നാളെ തന്നെ പോവാന്ന്. ഇതുകൊണ്ട് വലിയൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞതെന്ന് മനസ്സിലായി അമ്മയ്ക്ക്. ഈ ജന്മം കൊണ്ട് മാത്രമല്ലല്ലോ ഒരു അമ്മ, സഹോദരി, സഹോദരൻ അങ്ങനെയെല്ലാം ഉണ്ടാവണത്. കർമ്മം കൊണ്ടും കൂടിയാണ്. ഇപ്പം അമ്മ ഉദ്ദേശിക്കുന്നു രാവിലെ ഇത് പറഞ്ഞിട്ട് പോകണമെന്ന് അമ്മ പറഞ്ഞില്ലേ? അല്ലെങ്കിൽ വിചാരിക്കും നിന്നെ ഞാൻ കളിയാക്കി ക്യാമറമാൻ ദേഷ്യപ്പെട്ടിട്ടാണ് വരാണ്ടിരുന്നതൊക്കെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. അതൊരിക്കലും ഉണ്ടാവില്ല. അമ്മമാരെന്നും മക്കളെ കളിയാക്കണം, അതിനുള്ള അധികാരമൊക്കെ അമ്മമാർക്കുള്ളൂ. ചെറുതായിട്ട് അത് ഇനിയുണ്ട്. അമ്മ ഇപ്പോൾ ചെറിയ കുസൃതി കാണിച്ചില്ലേ? ഞാൻ കുസൃതി കാണിക്കും, പക്ഷെ അതിന്റെ പിറ്റേ ദിവസം തന്നെ കാണിക്കില്ല. മെല്ലെ അതിനെ താപ്പ് നോക്കിയിരുന്ന് കറക്റ്റായിട്ടുള്ള സമയത്ത് ഞാൻ കാണിക്കും. ആണോ? അപ്പൊ എന്തായാലും പണി തരാന്ന് അമ്മ തീരുമാനിച്ചു. അപ്പൊ എന്താ പറഞ്ഞാ, ഇപ്പൊ അമ്മക്ക് ഇതിൻ്റെ ഉള്ളിൽ കിട്ടിയൊരു സൗഭാഗ്യമുണ്ട്. കുറെ കുടുംബാംഗങ്ങൾ കിട്ടിയെന്ന് ഉറപ്പോടെ പറയാം, മനസ്സ് തൊട്ട് പറയാം അല്ലേ? അതുകൊണ്ട് വെറും വാക്കല്ല. എനിക്ക് വേറെ സഹോദരിമാരെ കിട്ടി, സഹോദരന്മാരെ കിട്ടി, അല്ലെങ്കിൽ മക്കളെ കിട്ടി, ചില അമ്മമാരെ കിട്ടി, ചേച്ചിമാരെ കിട്ടി, അനിയത്തിമാരെ കിട്ടി എന്ന് വെറും വാക്കുകൊണ്ട് പറയല്ല, മനസ്സ് തൊട്ടറിഞ്ഞ് തന്നെ പറയാം. എത്ര ബന്ധങ്ങൾ തന്നെ ഒരുപാട് കാലം നമ്മുടെ ഒപ്പം നല്ല സൗഹൃദത്തോടുകൂടി ഉണ്ടാവും. ചില സമയങ്ങൾ വേറെ ഉണ്ടാവും, ചില സാഹചര്യങ്ങൾ വേറെ ഉണ്ടാവും. ഇപ്പൊ കണ്ടില്ലേ ഒരമ്മ, അതെങ്ങനെ നമ്മുടെ അമ്മയായി മാറി? അതൊരു കർമ്മബന്ധമാണ്. നമ്മൾ കൊടുക്കുന്ന സ്നേഹം നമുക്ക് തിരിച്ചു തരുന്ന നിസ്വാർത്ഥമായ ഒരു സ്നേഹമാണ് അല്ലേ? അതുപോലെ തന്നെ അമ്മേനെ ഒരു ദിവസം കാണാണ്ടായ എത്ര പേര് ഇതിൽ വിഷമിക്കുന്നുണ്ട്, എത്ര പേര് ചോദിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകണം. ഒരു ചമ്മന്തി ചേച്ചീനെ ഒന്ന് കാണണം, ചേച്ചിയുടെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലേ അമ്മ? പറയൂ.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അതൊന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരു വയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കന്ന് വീഡിയോ പിടിക്കണ്ട. നമ്മളിന്നൊരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയാണെന്ന് അവർ ചിന്തിക്കില്ലേ? അപ്പോൾ അവരോട് യാത്ര പറയണോ, നമ്മുടെ കുടുംബാംഗങ്ങളോടൊന്ന് അന്വേഷണം പറയണോ, എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് പറയണോ? അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു നല്ല മെസ്സേജ് എന്താ പറഞ്ഞാൽ, മനുഷ്യന് സംബന്ധങ്ങൾ ഉണ്ടാവുന്നത് ജനിച്ച അന്ന് മുതൽ നമ്മുടെ കൂടെയുള്ളവർ മാത്രമല്ല, വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഒരുപാട് പേര് കിട്ടും. അതിന് ഏറ്റവും വലിയ സാക്ഷിയാണ് ഈ അമ്മയും മകനും. നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേര് നിങ്ങളെ കിട്ടിയതുപോലെ തന്നെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു അമ്മച്ചിയുണ്ട്. അതെൻ്റെ അമ്മയ്ക്ക് കിട്ടിയ ഒരു അമ്മയാണ്. അമ്മയില്ലാത്ത അമ്മയ്ക്ക് യഥാർത്ഥമായിട്ടൊരു അമ്മയാണ്. എനിക്ക് എൻ്റെ അമ്മാമ്മേനെ നഷ്ടപ്പെട്ട ഓർമ്മയിലൊരു അമ്മമ്മയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ വിളിക്കുമ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ നാളേക്ക് നീളയ്ക്ക് വന്ന് നീട്ടിവെക്കരുത്. ഇതാ തീരുമാനിച്ചു, ഇതാ പോയിന്നുണ്ടാവണം അല്ലേ? ഞാൻ പോണെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്നെ പോവാന്നുള്ളത് ഇവന്റെ ഇതാണ്. അപ്പൊ പോവാണ്. അപ്പൊ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ എന്തായാലും അവർ ഊണ് കഴിക്കാൻ്റെ വിടില്ല, വരുമ്പോ കുറച്ച് സമയമൊക്കെ ആവും. അപ്പൊ ഞങ്ങള് അപ്പൊ ഇവ പറഞ്ഞു, അമ്മ കുളിച്ചിട്ട് റെഡി ആയിക്കോ, നമുക്ക് ഇവിടെ ഒരു നാടൻ തട്ടുകടയുണ്ട്, അതിന് ഇഡ്ഡലിയും ഉഴുന്നുവട സൂപ്പറാണ്. അപ്പൊ അത് കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അമ്മ ഇനിയിപ്പോ വേർച്ച കുടിച്ച് ഒരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുമ്പോ എന്തായാലും കുളിച്ചിട്ടല്ലേ അടുക്കളയിൽ കയറുക. അപ്പൊ പിന്നെ അടുക്കളയിൽ ഉണ്ടാക്കി, പിന്നെ വയർത്ത്, പിന്നെ അമ്മ അതുകൊണ്ട് ഇനി പിന്നെയും പോയി വേലൊരുങ്ങിയിട്ടൊക്കെ പുറപ്പെടണ്ടേ, അത് വേണ്ടാന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാണ്. ശരി ആയിക്കോട്ടെ. കൊണ്ട് രാവിലത്തെ ടിഫിൻ ഒന്നും ഉണ്ടാക്കിയില്ല, ഉച്ചക്കറിയില്ല. അപ്പൊ ഈ പച്ചക്കറി എന്തായാലും ഇങ്ങനെ വെച്ചിട്ട് പോകാൻ പറ്റില്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷെ അമ്മ എന്നെ ദ്രോഹിക്കുന്നുണ്ട് പല രീതിയിൽ. എങ്ങനെയാണ് എനിക്ക് അവരോട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. ഞാൻ അത്യാവശ്യത്തിൽ ഇറച്ചി മീനൊക്കെ തിന്നുന്ന ആളാണല്ലോ. അപ്പൊ തിന്നാൻ പാടില്ല നമ്മൾ തീരുമാനിച്ചിരുതാ എല്ലാ സാധനങ്ങളും കൊണ്ട് നിരത്തിയ അമ്മക്കാണ്. അത് നന്നായി. അല്ല, ഞാനൊരു പ്ലാൻ ചെയ്ത് പോണ വഴിക്ക് ഒരു കിറ്റിലാക്കിയിട്ട് വഴി കൂടെ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തിട്ട് കച്ചവടം നടത്തിട്ട് പോകാമല്ലോ. അതിന് മാത്രമല്ല അതൊന്നും ഇല്ല അല്ലേ? അപ്പൊ യാത്ര പറയൂ എല്ലാരോടും. യാത്ര പറഞ്ഞിട്ട് പറയും. ഞങ്ങൾ ടിഫിൻ കഴിച്ച് റെഡി ആവണം, എന്നിട്ട് പോയി വരാം. അപ്പൊ നാളെ നിങ്ങളൊക്കെ കാണാം അല്ലേ? അപ്പൊ നാളെ നിങ്ങളെ കാണാം. അപ്പൊ ഞങ്ങള് അപ്പൊ ഇന്ന് എന്തായാലും കണ്ടായാലും സന്തോഷം. അമ്മുക്കുട്ടിയോടെ പോയി, അമ്മക്കുട്ടിയോടെ പോയി എന്നൊക്കെ ചോദിക്കില്ലേ? പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അയ്യോ എന്താ സൗദാമിനി എന്ന് പറഞ്ഞിട്ട് വന്ന് ഇട്ടുണ്ട് മെസ്സേജ്. അമ്മ കാണാണ്ടാണ്, അവർ പുലർച്ചയ്ക്ക് എപ്പോഴും മെസ്സേജ് ഇട്ടുണ്ട്. ഞാൻ കണ്ടു. അല്ല ഇന്നലെ കണ്ടില്ലേ? അല്ലല്ല വന്നിട്ടുണ്ട്. അമ്മക്ക് തെറ്റ് പറ്റി. അല്ല ഇന്നലെ നൈറ്റ് അപ്പോൾ 8:30 അമ്മ ഉറങ്ങിണ്ടാവും. ഞാൻ രാവിലെ കണ്ടു, മെസ്സേജ് കണ്ടു. അപ്പൊ സമാധാനമായി. എനിക്കെന്തറിയാം, എല്ലാവരും അറിയാം. അപ്പൊ ആരുടെയെങ്കിലും മെസ്സേജ് കാണാണ്ടാവുമ്പോ എനിക്ക് ഒരുപാട് മിസ് ചെയ്യും. ഇല്ല, അവർ 2 മെസ്സേജ് ഇട്ടുണ്ട്. കാണിച്ചു തരാം നമ്മുടെ മൊബൈലിൽ. ഞങ്ങള് ടിഫിനൊക്കെ കഴിക്കട്ടെ, എന്നിട്ട് പോയി വന്നിട്ട് നാളെ നമുക്ക് കാണാം കേട്ടോ. ബൈ.